ങ്ങളുടെ സംരക്ഷണം ഞങ്ങളാണ് ഏറ്റെടുത്തത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ PC ജോർജ് പച്ചയ്ക്ക് ഇവിടത്തെ മുസ്ലിങ്ങളെ തെറി വിളിച്ചിട്ട് ഇവരെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തണമെന്നും ഇവരെല്ലാം മനുഷ്യനെ കൊല്ലുന്നവരാണ് എന്ന് പറഞ്ഞിട്ടും ഇവിടത്തെ DYFIയോ മാർക്സിസ്റ്റ് പാർട്ടിയോ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇറങ്ങിയില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ മറുപടി പറയണം. എന്തുകൊണ്ട് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് മാർക്സും ലെനിനുമല്ല, പകരം ഹിന്ദു ദർശനങ്ങളാണ്. ഗോവിന്ദ മാഷ് പറഞ്ഞു, മാർക്സത്തിന്റെ അടിസ്ഥാന തത്വമായ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ചരിത്രപരമായ ഭൗതികവാദവും ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്നെ എന്തേ സഹകളെ നിങ്ങൾ സ്വീകരിക്കുന്നത്? സ്വീകരിക്കുന്നത് ഹിന്ദു ദർശനങ്ങളാണ്. BJP പറയുന്ന ദർശനങ്ങളും ആശയങ്ങളുമാണ്. മനുസ്മൃതിക്കനുസരിച്ച് ഇന്ത്യ രാജ്യം രൂപപ്പെടുത്തണമെന്ന് RSSും സംഘപരിവാരും കണക്കാക്കുമ്പോൾ അതേ രാഷ്ട്രീയം തന്നെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ CPM-ഉം RSSും പ്രചരിപ്പിക്കുന്ന മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങള്, മുസ്ലിം വിരുദ്ധ ആശയങ്ങള് ഒരു മാറ്റവുമില്ല. കുറെ കാലമായി CPM പറയുന്നത് ഇവിടത്തെ മുസ്ലിങ്ങളെല്ലാം ഏകീകരിച്ചിരിക്കുന്നു, ഇവരെല്ലാം ഞങ്ങൾക്കെതിരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇത് തന്നെയാണ് BJPയും പറയുന്നത്. മുസ്ലിങ്ങളെല്ലാം ഏകീകരിച്ചിട്ടുണ്ട്, അവരെല്ലാം ഞങ്ങൾക്കെതിരാണ്. ഈ രണ്ടു കൂട്ടരും പറയുന്നത് യാതൊരു വ്യത്യാസവുമില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തുടങ്ങി എന്താ പറഞ്ഞത്? ഇവിടെ മുസ്ലിങ്ങൾ ഏകീകരിച്ചിരിക്കുന്നു, ഇവരെല്ലാം UDFന് വോട്ട് ചെയ്ത്. അരച്ചത് മുസ്ലിം ലീഗ് UDFന്റെ കൂടെയാ. അവർക്ക് UDFന് വോട്ട് ചെയ്തൂടെ? വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ചു ചെയ്തു UDFന്. അതുപോലുള്ള മുസ്ലിം സംഘടനകളെല്ലാം പ്രഖ്യാപിച്ചു വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏത് സംഘടനയ്ക്കും ചെയ്യാൻ അധികാരമുണ്ട്. അത് CPM-ന്റെ തിട്ടൂരമിറക്കിയിട്ട് അവർക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ തീവ്രവാദി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് CPM ഈ കാലമത്രയും സ്വീകരിച്ചത്. ഇനിയോ നിങ്ങളെ എവിടെ എത്തും? ഇന്നും ഞാൻ ചോദിക്കട്ടെ, അംബേദ്കറെ അധിക്ഷേപിച്ച് പാർലമെന്റിൽ സംസാരിച്ചപ്പോൾ വെൽഫെയർ പാർട്ടി പ്രതിഷേധം നടത്തി, ദളിത് സംഘടനകൾ പ്രതിഷേധിച്ചു. എന്റെ കമ്മ്യൂണിസ്റ്റുകാര ഭരണഘടന എഴുതിയ അംബേദ്കറെ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരക്ഷത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതിശക്തമായി വാദിച്ച അംബേദ്കറെ RSSും സംഘപരിവാരും അവഗണിച്ചപ്പോൾ ഒരക്ഷരമുറിയാടാൻ, അതിൽ പ്രതിഷേധിക്കാൻ CPM ഉണ്ടായോ? DYFIക്കാരനുണ്ടായോ? എന്തുകൊണ്ടുണ്ടായില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ മേലെ നിന്ന് ആജ്ഞാപിക്കുകയും ചോദ്യം അനുസരിക്കുകയും ചെയ്യുന്ന ഒരടിമ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന സ്വതന്ത്രമായ ചിന്താഗതിയില്ല. അത് തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ബാധ്യത അറിയോ? CPM-കാരാ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു പാർട്ടിയാണ് CPM. ആ CPM-നുള്ള നിങ്ങളെ സ്വന്തം സഹാക്കളെ വരെ ഇവർ വർഗീയവാദികളാണെന്നും ഇവരെ നാട് കടത്തേണ്ടവരാണെന്നും പറഞ്ഞിട്ട് ഒരു പ്രതിഷേധം പോലും ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരന് തോന്നുന്നില്ല എങ്കിൽ നിങ്ങളെ തലയിലൊക്കെ എന്താ തിരിയുന്നത്? മനുസ്മൃതിയ, വർഗബോധമല്ല, വർഗസമരവുമല്ല. നിങ്ങള് 86 മുതൽ ക്രമേണ മുസ്ലിം വിരോധം പറഞ്ഞ് നിങ്ങൾ എവിടെ എത്തിയിരിക്കുന്നു? ശരീഅത്ത് സംവാദം മുതൽ, മുസ്ലിം ലീഗ് നേതൃത്വം മുതൽ
മുസ്ലിം വിരോധം പറഞ്ഞ് നിങ്ങൾ എന്തെത്തിപ്പെട്ടത് ഹിന്ദുത്വ ആശയത്തിന്റെ ഭാഗത്താണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരന്റെ തലയിൽ തിരിയുന്നത് മനുസ്മൃതിയ. അങ്ങനെ തിരിഞ്ഞാൽ മാത്രമേ ഹിന്ദു വോട്ട് കിട്ടൂ. അതുകൊണ്ട് നാളെ ഈ പാർട്ടി ഒരു ഹിന്ദു പാർട്ടിയായി രൂപാന്തരപ്പെടാൻ പോവുകയാണ്. അവിടെ ആ വിഷയം. അതുകൊണ്ട് നിങ്ങൾക്ക് വസ്തുത കാണാൻ സാധിക്കുകയില്ല. നേരെ നിന്ന് RSSും സംഘപരിവാറും പറയുന്നത് കേരളത്തിൽ നടപ്പാക്കുക എന്നതല്ലാതെ മറ്റൊരു പണിക്കും ഇവിടത്തെ CPM തയ്യാറാകുകയില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്.